തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. പുഴയിൽ കൃത്യമായ ഡ്രഡ്ജിംഗ് നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കടലിൽ പോയ ബോട്ട് ഇന്നലെ മണലിൽ കുടുങ്ങിയെന്നും ഡ്രഡ്ജിംഗ് പൂർത്തിയായില്ലെങ്കിൽ മൺസൂണിൽ വലിയ അപകടം ഉണ്ടാകുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്ക് അവരെ ഒന്ന് കേൾക്കാം. ഇത് ഒരു മാസമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുകയാണ്. ഇന്നുവരേക്കും ഈ കാണുന്നത് നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ചെയ്തു വെക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ മണ്ണ് നീക്കാനെന്ന് പറഞ്ഞ് ഒരുപാട് യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്നുവരേക്കും ഒരു മാസമായിട്ട് നമുക്കൊന്നും ഒരു പരിഹാരം കാണില്ല. ഇന്ന് ഞങ്ങളുടെ വള്ളം വിടാമെന്ന് ഉറച്ചിരുന്ന് മണിക്കൂറുകളായി ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും മത്സ്യമിറക്കി ഒരുപാട് വലിയ വള്ളങ്ങൾ വന്നാണ് ഈ വള്ളം മറിച്ചിറക്കി ഇപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു പോയത്. ഇതിനൊരു നല്ലൊരു പരിഹാരം കാണണം. ഗവൺമെന്റ് ഇതിന് നല്ല പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. ശക്തമായ ഒരു നടപടി ഇതിലുണ്ടാവണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും എന്ന് പറയാനേ എനിക്ക് പറ്റൂ. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ആദിൽ പാലോട്. ഇതൊരു മുന്നറിയിപ്പാണ്. മുതലപ്പുഴ ഒരു മരണപ്പുഴയായി മാറുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലായി കണ്ടതാണ്. ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുന്നതിൽ, അത് കൃത്യമായി ഉറപ്പാക്കുന്നതിൽ എവിടെയാണ് ഇവിടെ അബദ്ധം സംഭവിക്കുന്നത്? ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ കൃത്യവിലോപം ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. സുനിഷ, ഫിഷറീസ് എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അദാനി ഗ്രൂപ്പിനെ ഒരുപാട് കാലം സർക്കാർ പഴിചാരിയിരുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പ് നൽകേണ്ട 2 കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പാണ് അടിയന്തരമായി അവിടെ നിന്ന് മണൽ മാറ്റേണ്ടത്. ആ നടപടി തുടങ്ങിയെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചതുമാണ്. പക്ഷേ അത് ഊർജിതമല്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും. ഇന്നലെയാണ് പ്രധാനപ്പെട്ട ഒരു ബോട്ട് അവിടെ നിന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് കടലിൽ നിന്നും പുഴയിലേക്ക് കടക്കുന്നതിനിടെ മണലിൽ പുതഞ്ഞു പോയത്. അത് ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചക്കകത്ത് തന്നെ മറ്റൊരു ബോട്ടും സമാനമായി മണലിൽ പുതഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി മൺസൂൺ ആയി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകുന്ന സാഹചര്യമാണ് മുതലപ്പുഴയിലും നമുക്ക് പൊതുവിൽ അറിയാവുന്നതാണ്. സാധാരണയുള്ള പുഴയിൽ കൂടി പോയാൽ തന്നെ നിരവധി അപകടങ്ങൾ ഓരോ മൺസൂൺ കാലത്തും കാലവർഷക്കാലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഡ്ജിംഗ് ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ, ഒരു ഉദാസീനമായി സർക്കാർ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വലിയൊരു മരണപ്പുഴയായി മുതലപ്പുഴ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത്. അടിയന്തര ഇടപെടലാണ് ഫിഷറീസ് വകുപ്പിൽ നിന്നും വേണ്ടത്. സുജയ, ഓക്കെ, ഡ്രഡ്ജിംഗ് കൃത്യമല്ല, ഇടപെടൽ വേണം എന്നതാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മണലിൽ ബോട്ട് കുടുങ്ങി, ഒരു മഴക്കാലം വരാൻ പോവുകയാണ്. ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആദിൽ പാലോട്.